ചില ആളുകളെ കണ്ടിട്ടില്ലേ? നമ്മളെ കണ്ടാലും കാണാത്ത പോലെ നടന്നു പോകുന്ന, ഒന്ന് ചിരിക്കുക പോലും ചെയ്യാത്ത ചിലർ. ഇബ്രാഹിം ഇബ്നു അദ്ഹമും അനുചരന്മാരും കൂടിയിരിക്കുന്ന വേളയിൽ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് അതുവഴി കടന്നുപോയി. അയാൾ ഇങ്ങോട്ട് നോക്കിയെങ്കിലും സലാം ഒന്നും പറയാതെയാണ് കടന്നുപോയത്. അതോടെ കൂട്ടത്തിൽ ചിലർ പറഞ്ഞു, നോക്കൂ ഇബ്രാഹിം, നമ്മളെ നോക്കിയിട്ടും എങ്ങനെയാണ് അയാൾ സലാം പറയാതെ പോയത്? എന്തെങ്കിലും പ്രയാസമുണ്ടായിരിക്കാം അദ്ദേഹത്തിന്, അല്ലാത്ത പക്ഷം അദ്ദേഹം അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞ് ഇബ്രാഹിം സദസ്സിൽ നിന്ന് എഴുന്നേറ്റു. അയാളെ പിന്തുടർന്ന് കാര്യം എന്തെന്ന് അന്വേഷിച്ചു. നോക്കുമ്പോൾ അയാളുടെ ഭാര്യ പ്രസവിക്കാനെടുത്തിരിക്കുകയാണ്. അതിനാവശ്യമായ വസ്തുക്കളാണെങ്കിൽ അവരുടെ കയ്യിൽ ഇല്ലതാനും. ഉടനെ സദസ്യരിലേക്ക് തിരിച്ചു വന്ന ഇബ്രാഹിം ഇബ്നു അദ്ഹം അവിടെയുള്ളവരോടായി പറഞ്ഞു, 2 തവണ അദ്ദേഹത്തോട് നമ്മൾ അക്രമം കാണിച്ചു. ഒന്നാമതായി അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചു. രണ്ടാമതായി നമ്മുടെ ആവശ്യമുള്ള വേളയിൽ അദ്ദേഹത്തെ നാം കൈവെടിഞ്ഞു. ഉടൻ തന്നെ ഇബ്രാഹിം ഇബ്നു അദ്ഹം കയ്യിൽ ആകെ ഉണ്ടായിരുന്ന 2 ദീനാർ എടുത്ത് 1 ദീനാർ കൊണ്ട് മാംസവും തേനും ഒലിവെണ്ണയും അരിപ്പൊടിയും ഒക്കെ വാങ്ങി അയാളുടെ വാതിൽക്കൽ വെച്ചു. മറ്റൊരു ദീനാർ അതിൻ്റെ മുകളിലായും വെച്ചു. അദ്ദേഹം ഗർഭിണിയായ സ്ത്രീക്ക് വേണ്ടിയും ആ സ്ത്രീ അദ്ദേഹത്തിനു വേണ്ടിയും ദുആ ചെയ്യുകയും ചെയ്തു. വളരെ ദൂരെ നിന്ന് തെറ്റിദ്ധരിക്കാൻ എളുപ്പമാണ്. അടുത്തു ചെന്ന് അവർ ചുമക്കുന്ന പ്രയാസത്തിന്റെ ഭാരം ഇറക്കി വെക്കാൻ ഒന്ന് കൂടെ നിന്ന് നോക്കൂ. അവരുടെ ദുആ നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഒരാൾ നിന്നെ സ്വന്തം വീട്ടിലേക്ക് വിരുന്നിന് ക്ഷണിക്കുന്നില്ല എങ്കിൽ അയാൾ പിശുക്കനാണ് എന്ന് കരുതേണ്ടതില്ല. ചിലപ്പോൾ അയാളുടെ ദയനീയാവസ്ഥ നിനക്ക് മുമ്പിൽ പ്രകടിപ്പിക്കേണ്ടതില്ല എന്ന് ആഗ്രഹിച്ചത് കൊണ്ടാവാം. സമ്മാനമില്ലാതെ വരുന്നതിലുള്ള മാന്യതക്കുറവ് കരുതിയാവാം അവർ ചിലപ്പോൾ നീ ക്ഷണിച്ച ഫംഗ്ഷന് വരാതിരിക്കുന്നതും. അതുകൊണ്ട് ജനങ്ങളെ ദയയുടെ കണ്ണുകളിൽ കാണുക.